ഗൈസ്, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ, ഈ ജുനു സാർ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം നിങ്ങൾ മുമ്പിലേക്ക് വരുന്ന ഇനിയും വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബയോളജിയിൽ നിങ്ങളോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറയുന്ന ഈ ചോദ്യങ്ങളുടെ ഈ ഏരിയകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ ഇനിയും വരും ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസ് നിങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓരോ ചോദ്യവും എൻ്റെ മക്കൾ എന്താവുക, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, അതിന് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടെ, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യം. അതായത് ഗ്ലൂക്കോസിൻ്റെ നമ്മളെ 4ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതായത് അതിൽ ഇൻസുലിൻ, ഗ്ലൂക്കോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഏരിയയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എല്ലാവരും നോക്കുക. ഇവിടെ ഓരോ വ്യക്തികളെ, ഓരോ ഇൻഡിവിജ്വലിനെ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ വ്യക്തിക്ക് അയാളെ ഗ്ലൂക്കോസിൻ ലെവൽ 82, ബിക്ക് 178, സിക്ക് 104. ഓക്കെ, ഇനി ചോദ്യം നോക്ക്. വിച്ച് പേഴ്സൺ ഈസ് ഡയബറ്റിസ്? പ്രമേഹ രോഗിയായ വ്യക്തി ആര്? ഇതിൽ ആർക്കാണ് പ്രമേഹ രോഗമുള്ളത്? ഡയബറ്റിസ് മെലിറ്റസ് ഉള്ളത് ആർക്കാണ്? ഒരു സംശയവും വേണ്ട, ബി ആണ്. കാരണം 126 mg/dl മുകളിലാണെങ്കിൽ അയാൾ ഏത് രോഗിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 126 മുകളിലാണെങ്കിൽ അയാളെ FBS, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126 മുകളിലാണെങ്കിൽ നമ്മൾ 4th ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അയാൾ ഏത് രോഗിയാ? ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലേ, പ്രമേഹ രോഗിയല്ലേ, ഷുഗർ പേഷ്യൻ്റ് അല്ലേ. അപ്പോൾ ഇയാൾ പേഴ്സൺ ബി ആണ് ഇതിന് കാരണം. ഓക്കെ, ഈ രോഗത്തിന് കാരണം എന്ത്? കോസ് ഓഫ് ദിസ് ഡിസീസ്. ഇതിന് കാരണം എന്ത് വെച്ചു? 2 കാരണങ്ങളല്ലേ. ഒന്നാണ് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുക. അതിന് കാരണം എന്താ? അൺകൺട്രോൾഡ് ഡയബറ്റിസ്. നമ്മൾ വേണ്ട ഭക്ഷണത്തിലൊന്നും അൺകൺട്രോൾഡ് ഡയറ്റ്, അതായത് ഭക്ഷണത്തിലൊന്നും മുൻപുണ്ടാവാതിരിക്കുക, ഒരു കൺട്രോൾ ഇല്ലാതിരിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടു. പിന്നെ അതേപോലെ ആ ഇൻസുലിനെ ആർക്ക് നമ്മളെ സെൽസിനൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത, സെൽസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ബീറ്റാ സെൽസിൻ്റെ ഡാമേജ്. നിങ്ങളത് പഠിച്ചാൽ മതി. ഡാമേജ് ഓഫ് ബീറ്റാ സെൽ അല്ലെങ്കിൽ ബീറ്റാ കോശങ്ങളുടെ നാശം, അതുകൂടി ഓർത്താൽ മതി കേട്ടോ. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ദിസ് ഡിസീസ്? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താ? അയാൾക്ക് നല്ല ദാഹം ഉണ്ടാവും, ഇൻക്രീസ് തേഴ്സ്റ്റ്, നല്ല വിശപ്പുണ്ടാവും, അപ്പറ്റൈറ്റ് ഉണ്ടാവും, നല്ല വിശപ്പുണ്ടാവും. അതേപോലെ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വട്ടം മൂത്രം ഒഴിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും അയാൾ ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ അയാൾക്ക് എന്തുണ്ടാവും? നല്ല ഫാറ്റീഗ് ഉണ്ടാവും, എന്തുണ്ടാവും? ക്ഷീണമൊക്കെ ഉണ്ടാവും. നോക്കി ആൻസർ നോക്കടാ. ബി ആണ്. ഡിക്രീസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ, അല്ലെങ്കിൽ എന്താ? ഡാമേജ് ഓഫ് ബീറ്റാ സെൽ. നിങ്ങളിങ്ങനെ എഴുതിക്കോ, ഡാമേജ് ഓഫ് ബീറ്റാ സെൽ, ബീറ്റാ കോശങ്ങളുടെ നാശം, കോശങ്ങളുടെ നാശം. ഓക്കെ, സെറ്റാണല്ലോ. ഇനി അടുത്ത ഇൻക്രീസ് അപ്പറ്റൈറ്റ്. അയാൾക്ക് നല്ല എന്തുണ്ടാവൂടാ? വിശപ്പുണ്ടാവും, തേസ്റ്റ്, ദാഹമുണ്ടാവും, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, കൂടെ എന്തുണ്ടാവും? മൂത്രമൊഴിക്കലുണ്ടാവും. ഇനി നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ, 1ാമത്തെ ക്വസ്റ്റ്യൻ സെറ്റല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമ്മുടെ ട്രോപ്പിക് ഹോർമോൺസിലെ നമുക്ക് ആ ഒരു ഭാഗത്ത് പിറ്റ്യൂട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഉണ്ടാവും, നിർബന്ധമാണ്. അതിൽ പെട്ടതാണ്. ഇതാ നോക്കിക്കോ, ക്വസ്റ്റ്യൻ നോക്ക്. ഈ ഹോർമോൺ തകരാറുമായി ബന്ധപ്പെട്ട ചിത്രീകരണ വിഷയങ്ങളിലും ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്ത് അനലൈസ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഹോർമോൺ ഡിസോർഡേഴ്സ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഓവർ പ്രൊഡക്ഷൻ, അമിതോൽപാദനം ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്, വളർച്ചാ ഘട്ടത്തിൽ അമിതോൽപാദനം എന്തോ എ എന്ന് പറഞ്ഞു. ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്, വളർച്ചാ ഘട്ടത്തിന് ശേഷം ബി എന്ന് തോന്നുന്നു. ലോവർ പ്രൊഡക്ഷൻ, ഉൽപാദനക്കുറവ് ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്, വളർച്ചാ ഘട്ടത്തിൽ വാമനത്വം, ഡ്വാർഫിസം പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വാമനത്വം തന്നതുകൊണ്ട് ഗ്രോത്ത് ഫേസ് ഹോർമോൺ, ഒരു ഹോർമോൺ ഇവിടെ എക്സ് തന്നു, എന്ന് ബി തന്നു. ക്വസ്റ്റ്യൻ നോക്ക്. നെയിം ദി ഹോർമോൺ ഇൻഡിക്കേറ്റ് ആസ് എക്സ്. എക്സ് എന്ന് അടയാളപ്പെടുത്തിയ ഹോർമോൺ എന്തിനാണ് സൂചിപ്പിക്കണേ? ഇവിടെയൊക്കെ നോക്കടാ. ഡ്വാർഫിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളർച്ചാ ഹോർമോൺ, ഗ്രോത്ത് ഹോർമോണുമായി ബന്ധപ്പെട്ട ഹോർമോണാണ്. അപ്പോൾ ഇവിടെ ഈ എക്സ് തന്ന ഹോർമോൺ ഏതാ? സൊമാറ്റോട്രോപ്പിൻ. എന്താടാ? സൊമാറ്റോട്രോപ്പിൻ ആണ് ഇവിടെ പറഞ്ഞത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൊമാറ്റോട്രോപ്പിൻ. ഓക്കെ, ഐഡന്റിഫൈ ദ ഡിസോർഡേഴ്സ് എ ആൻഡ് ബി. എ എന്ന് ബി തകരാറും തിരിച്ചറിഞ്ഞ് പേരെഴുതുക. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ചാ ഘട്ടത്തിൽ ഗ്രോത്ത് ബേസിൽ സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അയാൾ നല്ല ഹൈറ്റ് ഉണ്ടാവില്ലേ? അതിന് വിളിക്കുന്ന പേരെന്താ?
ജൈജാൻറ്റിസം അല്ലെങ്കിൽ എന്താ ഭീമാകാരത്വം. ഓക്കെ, ഇനി വളർച്ച കാലഘട്ടത്തിന് ശേഷമാണെങ്കിൽ അയാൾക്ക് എന്താ അക്രോമെഗാലി. ഓക്കെ, അപ്പോൾ നോക്കി നോക്കി ആൻസർ നോക്കി. ഒന്നാമത്താണ് സൊമാറ്റോട്രോപ്പിൻ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയും, ജൈജാൻറ്റിസം ഭീമാകാരത്വം, അക്രോമെഗാലി. ഓക്കെ, ഇനി ഇതിൻ്റെ ഒക്കെ സിംറ്റംസാണ് ചോദിച്ചത്, ലക്ഷണങ്ങളാണ് ചോദിച്ചത്. ജൈജാൻറ്റിസം ഭീമാകാരത്തിനകത്ത് അമിതമായ ശരീര വളർച്ച ഉണ്ടാവും. അക്രോമെഗാലിയോ മുഖത്തിൻ്റെ എല്ല്, ജോസ് താടിയെല്ല്, പിന്നെ അതേപോലെ വലിയ വലിയ വിരലുകൾ ഉണ്ടാവും, ഫിംഗേഴ്സ് ഉണ്ടാവും. ഓക്കെ, കാൽവിരലുകൾക്കൊക്കെ എന്തുണ്ടാവും, അമിതമായ വളർച്ച. ഇതൊക്കെയാണ് അതിൻ്റെ എന്ത് സിംറ്റംസ് ചോദിക്കാറുണ്ട് കേട്ടോ. എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോഡി, അതാണ് നമ്മുടെ എന്ത് ജൈജാൻറ്റിസത്തിൻ്റെ. ബീൻ്റെ ഒന്ന് ബോൺസ് ഓൺ ഫേസ്, ജോസ് ആൻഡ് ഫിംഗേഴ്സ്. ഓക്കെ, സെറ്റാണല്ലോ. ഓക്കെ, കൈമുദ്ര, അതിൻ്റെ ഒക്കെ എന്താണ് ഗ്രോത്ത് കൂടും, അതേപോലെ കാൽവിരൽ കൂടും, താടിയൽ, ഇതൊക്കെ എന്താവും അമിതമായിട്ട് എന്തുണ്ട് എക്സസീവ് ഗ്രോത്ത് ഉണ്ടാവും അയാൾക്ക്. അതാണ് അക്രോമെഗാലിയുള്ള ആളുടെ പ്രത്യേകത കേട്ടോ. നോക്കിക്കോ, ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഇൻഡയറക്റ്റ് ചോദ്യമാണ്. ഹണി ബീസ് ആൻഡ് ടെർമൈറ്റ്സ് ആർ ലിവിങ് ഇൻ കോളനീസ്, അതായത് തേനീച്ചകളും ചിതലുകളും കൂട്ടമായി വസിക്കുന്നു. ഓക്കെ, ഇവർ കൂട്ടമായി വസിക്കുന്നു. ഓക്കെ, വിച്ച് കെമിക്കൽ ഹെൽപ്പ് ദം ടു ലിവ് ഇൻ കോളനീസ്, അവയെ കോളനികളായി ജീവിക്കാൻ സഹായിക്കുന്ന രാസവസ്തു ഏത്? തേനീച്ചകളാവട്ടെ, ഉറുമ്പുകളാവട്ടെ, ചിതലുകളാവട്ടെ, ഇവരെല്ലാവരും കോളനികളായി പോവുക, അതേപോലെ തന്നെ ലൈനായിട്ട് പോവുക. ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു കെമിക്കൽ രാസവസ്തു ഇല്ലേ, അതിൻ്റെ പേരെന്തിരുന്നോടാ? ഫിറമോൺ. ഓർത്തു വെച്ച ഫിറമോണിൻ്റെ ഭാഗത്ത് ചോദ്യം ഉണ്ടാവും. ഫിറമോൺ. നോക്കിക്കോ, റൈറ്റ് അതർ ടു ഫങ്ഷൻസ് ഓഫ് ദിസ് കെമിക്കൽ. ഈ രാസവസ്തുവിൻ്റെ മറ്റു ധർമ്മങ്ങൾ എന്തല്ല നമ്മൾ ഒരുപാട് പറഞ്ഞു. അപകടം മനസ്സിലാവാൻ, ഡേഞ്ചറാണ് മനസ്സിലാവാൻ, ഫുഡ് അവൈലബിലിറ്റി മനസ്സിലാവാൻ, പിന്നെ പാറ്റ് മനസ്സിലാവാൻ, സഞ്ചാരപാത മനസ്സിലാവാൻ, ഇണകളെ അട്രാക്ട് മെയ്റ്റ്സ്, ഇണകളെ ആകർഷിക്കാൻ, 4 തന്നെ നമ്മൾ പറഞ്ഞു. ഓക്കെ, 2 ഇതാണ് പറഞ്ഞത്. ഹൗ ദിസ് കെമിക്കൽ ക്യാൻ ബി യൂസ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ഷൻ, കാർഷിക മേഖലയിൽ ഈ രാസവസ്തു എങ്ങനെ ഉപയോഗിക്കുന്നു? ഇതൊരു നിങ്ങൾക്കൊരു എക്സ്ട്രാ ആയിട്ടുണ്ടാവുന്ന സാധനമാണ്, നിങ്ങൾക്ക് ഒരു ഓർത്ത് വെക്കേണ്ട സാധനമാണ്. ഓക്കെ, ഇതെന്തിനാണ്? നമ്മുടെ ഞാൻ പറഞ്ഞു തരാം. നമുക്കെന്താണ് ചില കീടങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതാ കീടനിയന്ത്രണത്തിനൊക്കെ പെസ്റ്റ് കൺട്രോളിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഫിറമോൺ. നോക്കിക്കോ, ഫിറമോണാണ് ഇണകളെ ആകർഷിക്കാൻ, അട്രാക്ട് മെയ്റ്റ്, ഫുഡ് അവൈലബിലിറ്റി, ഭക്ഷണത്തിൻ്റെ ലഭ്യത മനസ്സിലാക്കാൻ, പാത്ത് ഓഫ് ട്രാവൽ ചെയ്യേണ്ട സഞ്ചരിക്കേണ്ട പാത മനസ്സിലാവാൻ, പിന്നെ സിഗ്നൽ ഓഫ് ഡേഞ്ചർ ആണെന്നൊക്കെ മനസ്സിലാവാൻ, അപകടങ്ങൾ ഉണ്ടാവുന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ, പിന്നെ അതേപോലെ അഗ്രികൾച്ചറൽ ഫിറമോൺസ് ആർ യൂസ്ഡ് ടു പെസ്റ്റ് കൺട്രോൾ ഇൻ അഗ്രികൾച്ചറൽ സെക്ഷൻ. കീടനിയന്ത്രണത്തിന് എന്താവും ഇത് യൂസ് ചെയ്യുന്നത്. ഈ 3ാമത്തെ ചോദ്യം എൻ്റെ മക്കൾ എന്താവുക ഓർത്ത് വെച്ചാൽ മതി. ഇത് എക്സ്ട്രാ ആയിട്ട് നിങ്ങളോട് ചോദിച്ചാൽ എഴുതേണ്ടതാണ് കേട്ടോ. ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യം നോക്കടാ. ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ്, ഇത് ചോദ്യത്തിൽ പേപ്പറിൽ ഉണ്ടായിരിക്കും 100%. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്താവണം നോക്കി ഈ ഒരു ചിത്രം നോക്കണം. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. ഈ 2 ചിത്രത്തിൽ ഏതെങ്കിലും ഒന്ന് തരും, അല്ലെങ്കിൽ ഇത് 2 തരും. ചിലപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുക, ചിലപ്പോൾ ഇത് കിടത്തിയൊക്കെ തരും. നേരെ നിൽക്കുകയാണെങ്കിൽ കിടത്തി തന്നാലൊക്കെ എവിടെ നോക്കേണ്ടിയെന്നോ ഈ ഒരു 2 ഭാഗത്താണ് നോക്കേണ്ടി. ഇത് സിലിണ്ടറിക്കൽ ഷേപ്പ്, ഇത് കോൺ ഷേപ്പ്. അപ്പോൾ ഏതാന്നൊക്കെ മനസ്സിലാവില്ല. ഓക്കെ, എ ആൻഡ് ബി എന്താണ് മനസ്സിലാക്കുക. എ എന്ന് പറഞ്ഞാൽ ഏതാ? റോഡ് കോശം. ഇതോ? കോൺ കോശം. റോഡ് സെൽ, കോൺ സെൽ. വാട്ട് ഈസ് എ വിഷ്വൽ പിഗ്മെന്റ് ഇൻ എയിലെ പിഗ്മെന്റ് ഏതാ? ഇതേതാ? റോഡോപ്സിൻ. റോഡ് സെൽ അല്ലേ, അപ്പോൾ അതിലെ പിഗ്മെന്റ് റോഡോപ്സിൻ. ഇതിലാണെങ്കിലോ ഫോട്ടോപ്സിൻ. ഓക്കെ, ദി കണ്ടീഷൻ ഡ്യൂ ടു ഡിഫക്റ്റ് ഓഫ് ബിയുടെ തകരാറ് മൂലമുണ്ടാവുന്ന അവസ്ഥ ഏത്? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കോൺസെൽ, കോൺകോശം. ഇതാണ് നമുക്ക് എന്താവുന്നത് ഓരോ വസ്തുവിൻ്റെ കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, വർണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇതിന് തകരാറ് സംഭവിച്ചാൽ, ഡിഫക്റ്റ് സംഭവിച്ചാൽ നമുക്ക് വർണ്ണം കളർ കാണാത്തൊരവസ്ഥ ഉണ്ടല്ലോ. പച്ച ചുവപ്പ് കളറുകൾ കാണാൻ പറ്റാത്തതിന് കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്തത ഉണ്ടാവില്ലേ? അപ്പോൾ നോക്കിക്കോ, ഒന്നാമത്താണ് റോഡ് സെൽ, കോൺസെൽ. റോഡ് കോശം, കോൺകോശം. ഇതിൽ പിഗ്മെന്റ് ഏതാ? റോഡോപ്സിൻ. കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്തത ഉണ്ടാവും. ഓക്കെ, സെറ്റാണല്ലോ. ഓക്കെ, ഇനി നോക്കിക്കോ, നമ്മളെ കണ്ണിൻ്റെ ഭാഗങ്ങൾ നിർബന്ധമാണ്, കണ്ണിൻ്റെ ചിത്രം നിർബന്ധമാണ്. ഞാൻ ഡയഗ്രാമായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ കണ്ണിൻ്റെ ഭാഗം മാച്ച് ദി ഫോളോയിങ്. ഒരിക്കലും മാച്ച് ദി ഫോളോയിങ് അങ്ങനെ ആയിട്ടല്ല ചോദിക്കാൻ. നിങ്ങൾ എന്താവണം ഇതിൻ്റെ ഫങ്ഷൻസ് മനസ്സിലാവാൻ. ഞാൻ ഇതൊരു ഡയറക്റ്റ് ചോദ്യം, ഇങ്ങനെ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരില്ല. ഡയറക്റ്റ് ചോദ്യങ്ങൾ ഒരിക്കലും വരില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ശരിയായത് തരും, എന്നിട്ട് നമ്മളെന്താവാൻ മനസ്സിലാക്കാനാണ് പറയാം. നോക്കിക്കോ, കോർണിയ എന്തിനാ? പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു, പ്രകാശം കണ്ണിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, അലോ ലൈറ്റ് എൻ്റർ ടു ദി ഐസ്. ഓക്കെ, ഐറിസ് റെഗുലേറ്റ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് അല്ലേ? യെസ്. ബൈപോളാർ സെൽ ലെയർ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റിസെപ്റ്റേഴ്സ് ടു ഗാംഗ്ലിയോൺ. യെസ്, പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക്. സിലിയറി പേശി, സിലിയറി മസിൽ എന്താ?
ലെൻസിൻ്റെ വക്രത, അഡ്ജസ്റ്റ് കർവേച്ചർ ഓഫ് ലെൻസ്. അപ്പോൾ ശരി ആൻസർ, നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാണ്. യെസ്, ഐറിസ്, ബൈപ്പോളാർ, സിലിയറി മസിൽ. ഓക്കെ, സെറ്റാണല്ലോ. എന്നാൽ അടുത്ത ചോദ്യം നോക്കിക്കോ. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യങ്ങളിൽ 2-3 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്, പെട്ടെന്ന് പറയണം. നമ്മുടെ 3rd ചാപ്റ്ററിന് ഏറ്റവും ലാസ്റ്റ് ഭാഗത്തുള്ള സാധനം. ഇൻസെക്ട് ആൻറ്റിന ഹെൽപ്പ് ടു ഡിറ്റക്ട് സ്മെൽ. ഇതിൽ ഏതാണ് റോങ് ആയിട്ടുള്ള പെയർ? അത് കറക്റ്റ് എഴുതാനേത്. ഇൻസെക്ട് ആൻറ്റിന, ഷഡ്പദങ്ങളിൽ ഗന്ധം തിരിച്ചറിയാൻ ആൻറ്റിന സഹായിക്കുന്നു. അപ്പോൾ ആൻറ്റിന ശരിയാണ്. ഇൻസെക്ട് ഷഡ്പദങ്ങളിലുണ്ട്. ഡോഗ് ജേക്കബ് സെൻസ് ഓർഗൻ. അപ്പോൾ ഡോഗിൽ ഓൾ ഫാക്ടറി അല്ലേ, ഗന്ധകണികകളല്ലേ, ഗ്രാഹികളല്ലേ ഉള്ളത്. ജേക്കബ് സെൻസ് ചെയ്യില്ല, പാമ്പിലുള്ളത്. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി യുഗ്ലീന, സ്റ്റിഗ്മ അല്ലേ, യുഗ്ലീനിൽ പ്രകാശം തിരിച്ചറിയാൻ സിഗ്മ. അപ്പം ഇങ്ങനെ ചില ആൾക്കാർ ഇത് തെറ്റാണ്. സ്റ്റിഗ്മ ഐസ്പോട്ടില്ലേ, ഐസ്പോട്ടിൻ്റെ വേറെ പേരാണ് എന്ത്, സ്റ്റിഗ്മ. അപ്പോൾ ഇത് ശരിയാ. അപ്പോൾ തെറ്റായത് ബിയാ. അപ്പോൾ ബി നമുക്ക് എഴുതാം. ഡോഗിൽ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ആർ ഫൗണ്ട്. നായിൽ ഗ്രന്ഥഗ്രാഹികളാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, അപ്പോൾ ജേക്കബ് സെൻസ് ഓർഗൻ എഴുതാം സാർ. ജേക്കബ് സെൻസ് ഓർഗൻ എഴുതാം, പാമ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ട്, ഈ ആ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പേജിലുണ്ട്. എൻ്റെ മക്കൾ ഓരോന്ന് നോക്കി വെക്കണം. എക്കോ ലൊക്കേഷൻ എന്താ, ബാറ്റ്, വവ്വാല്, അതേപോലെ തന്നെ പരുന്തിലാണെങ്കിൽ എന്താണ്, അല്ല ഡിസ്റ്റൻസ് വിഷൻ കിട്ടണത്. അതേപോലെ തന്നെ ഇതന്നെ ഈ ഒരു 3-4 തന്നുണ്ട്. ഡോഗിലാണെങ്കിൽ ഓൾ ഫാക്ടറി, പാമ്പിലാണെങ്കിൽ ജേക്കബ് സെൻസ് ഓർഗൻ. അവിടെ വെച്ചിട്ടാണ് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അത് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യം നോക്ക്. ചൂസ് ദി കറക്റ്റ് പിക്ചർ ഇൻഡിക്കേറ്റ് ദ റേഡിയൽ മസിൽ കോൺട്രാക്ഷൻ ഇൻ ഡിം ലൈറ്റ്. ഇതിൽ ഏതാണ് റേഡിയൽ മസിൽ? നോക്കിക്കോ. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്ന ചിത്രം തിരിച്ചറിഞ്ഞ് എഴുതുക. ഇതിൽ ഏതാണ് മങ്ങിയ വെളിച്ചം ഡിം ലൈറ്റിൽ? എ ആണോ, ബി ആണോ, സി ആണോ? സിമ്പിളാണ് സാർ, സി ആണ് ആൻസർ. കാരണം പ്യൂപ്പിളിൻ്റെ വലുപ്പം, ഇതല്ല പ്യൂപ്പിൾ. മങ്ങിയ വെളിച്ചം ഡിം ലൈറ്റിൽ പ്യൂപ്പിളിൻ്റെ വലുപ്പം കൂടണ്ടേ? അപ്പോൾ ഇവിടെ എന്താണ്, കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെറ്റാണ്, സി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. മക്കൾ നോക്ക്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ദി ആൻസർ. ചിത്രം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നെയിം ദി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ, ആഗ്നേയ ഗ്രന്ഥിയുടെ പേരെന്തെന്ന്? എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ ആഗ്നേയ ഗ്രന്ഥിയുടെ പേരെന്താ? ഇതേതാ? അഡ്രീനൽ ഗ്രന്ഥി, അഡ്രീനൽ ഗ്ലാൻഡ് അല്ലേ? അപ്പോൾ നമുക്കറിയാം. ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് ആസ് എ ആൻഡ് ബി. എ ഏതാണ്, ബി ഏതാ? അഡ്രീനൽ ഗ്രന്ഥി നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അഡ്രീനൽ ഗ്രന്ഥിൻ്റെ ഉൾഭാഗത്ത് വിളിക്കുന്ന പേരാണ് മെഡുല്ല. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾഭാഗത്ത് നിന്നല്ലേ മെഡുല്ല. ഇതല്ലേ പുറംഭാഗം, ഇതാണ് കോർട്ടെക്സ്. ഓക്കെ, ഉൾഭാഗം മെഡുല്ല, പുറംഭാഗം കോർട്ടെക്സ്. നെയിം ദ ഹോർമോൺ സിന്തസിസ് ബൈ എ. ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേര് ഇതാണ്. മെഡുല്ല ഉണ്ടാക്കുന്ന 2 ഹോർമോൺ അല്ലേ, എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും. ഓർത്ത് വെക്കണം കേട്ടോ, ഓരോ ഹോർമോൺസും നല്ല രസമാണ്. എപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിനും. വിച്ച് ഹോർമോൺസ് മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. ഇതിൽ ഏത് ഹോർമോണാണ്? അതായത് നമ്മുടെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഹോർമോൺ ഉണ്ട്. അതിൽ ആൽഡോസ്റ്റിറോൺ ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിലനിർത്തുന്നത്. നോക്കി നോക്കുക ആൻസർ. അഡ്രിനൽ ഗ്രന്ഥി, മെഡുല്ല, കോർട്ടെക്സ്. എപ്പിനെഫ്രിൻ ഓർ എപ്പിനെഫ്രിൻ, മറ്റേന്താ അൾഡോസ്റ്റിറോൺ. ആരാണ്? അൾഡോസ്റ്റിറോൺ. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഈ ജുനു സാറ് എൻ്റെ മക്കളുടെ അടുത്തിൽ എന്നും ഉണ്ടാവും. അപ്പോൾ എന്താവുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്താവുക, കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് അടുത്ത വീഡിയോ വേണോ, അടുത്ത പാർട്ട് 2 വേണമെങ്കിൽ എൻ്റെ മക്കൾ എന്താവുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മക്കളെ, ഓക്കെ, ബൈ.